ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ മനസ്സുറപ്പിച്ചെടുക്കുന്നത് തന്നെയാണ്. ചോദ്യങ്ങൾ ഇനിമേൽ എനിക്ക് സഹിച്ചെന്ന് വരില്ല. ഞാനല്ല, ഒരു കമ്പനി ഉടമയ്ക്കും. രഘുലിനി അങ്ങനെ കണ്ടാ മതി. എല്ലാരും ആളുകളെ കണ്ട അളന്ന് വിലയിരുത്താനുള്ള കഴിവുണ്ടെന്നുള്ളൊരു ധാരണയൊക്കെ എന്റെ ഉള്ളിലുണ്ടായിരുന്നേ. ഇനി എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരുത്തരെ ഞാനിനി അങ്ങോട്ട് വിശ്വസിക്കുകയില്ല. മകന്റെ കമ്പനിയിൽ ജോലി, കോട്ട് സൂട്ട് ബൂട്ട്, രാജ്യം കാക്കാൻ പോയ പട്ടാളക്കാരുടെ മനസ്സ് അട്ടിമറിക്കാന് ഇതൊക്കെ തന്നെ ധാരാളവാ. എടോ, താൻ എന്താടോ ഇങ്ങനെ? തന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ, സുജാത ആന്റിയോടും തയ്യാറായിരിക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലേ. JRന് വേണ്ടി ശരവണനെയും കൊണ്ട് ഈ മനുഷ്യൻ പാടത്തിറങ്ങിയ നിമിഷം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ. പിന്നെ ബാക്കിയൊക്കെ ഒരു ചടങ്ങ് മാത്രം. ഇനിയിപ്പോ എന്താ, മകന്റെ സ്ഥാനത്ത് നിന്ന് നമ്മളെ ശ്വാസം മുട്ടിക്കല അച്ഛന്റെ ചുമതല. കുറച്ച് കഴിയുമ്പോ ഇനിയും കാര്യങ്ങളൊക്കെ മാറും. ഒരുപക്ഷെ സുജാത ആന്റിയും മാറിയേക്കും. ഇല്ല ഹരി, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. എടോ, നടന്നാലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. നാളൊരു ദിവസം സുജാത ആന്റിക്ക് നമ്മുടെ നേരെ നിന്ന് പറഞ്ഞൂടെ, എന്റെ മകൻ ജീവൻ കോടീശ്വരനാണെന്ന്, എനിക്ക് അവന്റെ സമ്പന്നതയിൽ ജീവിക്കണമെന്നൊക്കെ. അല്ല, അത് തടയാൻ തനിക്ക് പറ്റുമോ? എനിക്ക് പറ്റുമോ? ഇനിയിപ്പോ അതൊക്കെ കഴിഞ്ഞൊരു ദിവസം ഇതേ വാചകം താൻ ആവർത്തിച്ചാൽ? എന്താവർത്തിക്കുന്നു? എന്താ ഹരി ഉദ്ദേശിച്ചത്? ഈ സമ്പന്നനായ ഒരാൾ അപ്പുറത്തുള്ളപ്പോ ഈ ദരിദ്രവാസിയോടൊപ്പം ജീവിക്കുന്നില്ല എന്നുള്ളത്. ഹരി, എന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്രയ്ക്ക് മര്യാദക്കേട് സംസാരിക്കാണോ? ആ രീതിയിലാണോ ഹരി എന്നെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ജീവൻ എവിടെയോ പോയി കുറെ കാശുണ്ടാക്കി വന്ന് അയാളുടെ ആഡംബരങ്ങൾ വർദ്ധിപ്പിച്ചാല് കൂടെ പോകുന്ന ഒരുത്തിയാണോ ഞാൻ? അത്രേ ഉള്ളൂ എനിക്ക് വില. മതി മതി, പറയേണ്ടത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാ ഈ തമ്മിൽ തല്ല്. മക്കളെ, ഒരു കാര്യം ഞാൻ പറയാം. ഏത് ശത്രുക്കളെ ആഗ്രഹിക്കുന്നതാണ് ഈ പാളയത്തിലെ പട. നമ്മള് ഭൂമിയിൽ കാലുറപ്പിച്ച് നിൽക്കണം. കൈകൾ ചേർത്ത് പിടിക്കണം. കൈകൾ വേർപെട്ടാലേ നമ്മളെ കീഴ്പ്പെടുത്തുന്നവർക്ക് അത് എളുപ്പമാ. അയാളുടെ വഴിക്ക് പോട്ടെന്ന്. നമ്മൾ ജീവിക്കാൻ തുടങ്ങിയതേ ഈ രഘുരൊന്നും കണ്ടിട്ടല്ലോ. എടോ, സോറി. എന്ത് സോറി? എടോ, എങ്ങനെയാണ് ഇതിനൊക്കെ റിയാക്ട് ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. ഞാനും അതേ അവസ്ഥയിലല്ലേ നിൽക്കുന്നേ. എന്നിട്ട് ഞാൻ ഹരിയെ ചീത്ത വിളിച്ചില്ലല്ലോ. എടോ, അത് പോട്ടെ. നമ്മുടെ അവസ്ഥ ആലോചിച്ചപ്പോ, സുജാത ആന്റിയുടെ ടെൻഷൻ ആലോചിച്ചപ്പോ അങ്ങനെയൊക്കെ അങ്ങ് പറ്റിപ്പോയി. താനത് വിട്ടേക്ക്. ഹരി, അച്ഛൻ ഈ രീതിയിലേക്ക് മാറിയതിന് ഹരി പറഞ്ഞപ്പോ ഞാനൊന്ന് സംശയിച്ചെങ്കിലും ഹരി പറഞ്ഞത് ശരിയാവല്ലെന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ചതിച്ചു കളഞ്ഞല്ലോ. അങ്കിളിന്റെ പിറന്നാള് ഏറ്റവും അവസാനം ആന്റി ആഘോഷിച്ചത്. അന്നേരം പൂജ ചെയ്ത പൂക്കള് ഇതുവരെ കരിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അതിനു മുമ്പ് വിഷം തുപ്പി താഴെയിട്ടു. കുടുംബജീവിതത്തിൽ അങ്ങേരൊരു കോർപ്പറേറ്റാ. അതുകൊണ്ട് അങ്ങേരുടെ മനസ്സലിയില്ല. താൻ വിഷമിക്കാതെ വാ. சார் சார் நான் சொல்றது கேளுங்க சார். எதுக்கு சார் எல்லார்கிட்ட இந்த மாதிரி பிரச்சனை பண்றது? அவரில் யார் சார்? சார், அம்மாவோடு
நீங்க இந்த மாதிரி சப்தம் போட்டா அவரால் அது தாங்க முடியாது சார். ஹரி, நித்யா, அந்த ராமகிருஷ்ணன் எல்லாரும் உங்களை பத்தி நல்லதுதான் சார் பேசிட்டு இருக்கு. சார், உங்களை அவங்க எவ்வளவு நேசிக்கிறது உங்களுக்கு தெரியாது சார். சார், நீங்க அந்த ஜெயர்கிட்ட പോയിടാதுங்க സാർ. കെഞ്ചി കേക്കറേ സാർ. ശരവണ, ഈ കാര്യത്തിൽ മറ്റുള്ളവർക്ക് എന്നെ മനസ്സിലാക്കാതെ സംസാരിക്കാൻ പറ്റും, പക്ഷേ നിനക്കത് പറ്റില്ല. സാർ, സാർ, അമ്മാവോടെ കണ്ണീര് വീണ അതുക്ക് മേലെ എനിക്കൊന്നും தெரியாது. സാർ, സാർ, ഇതൊന്നും വേണ്ട സാർ, വിട്ടിടുங்க. അമ്മാവെ കൂട്ടി എങ്കയാவது പോയിടുங்க സാർ. അവർക്ക് கொஞ்சம் നിമ്മതി കൊടുங்க സാർ. ശരവണ, നീ കൂടുതലൊന്നും പറയണ്ട. இல்ல சார், இதுக்கு நீங்க ஒரு முடிவு சொல்லித்தானாக வேண்டும். சார், சார், நம்ம பழைய குடும்பத்தை ஓர்த்து பாருங்க சார். சார், நீங்களும் அம்மாவும் எந்த மாதிரி நினைச்சு பாருங்க சார். இந்த கோடி கோடி பணம், இந்த பத்ராசு, அതൊന്നും ஒண்ணுமல்ல சார். தெளிஞ்ச முகத்தோட அந்த அம்மா சமைச்ச போன சாப்பாடு, அதுதான் எனக்கு உயிர் சார், என்னோட உயிர் சார். போகாத, அந்த ஏர் கம்பெனி போகாத சொல்லுங்க. சரவண, கெஞ்சி கேட்கிறேன் சார், போயிடாதுங்க சார். உங்க காலு பிடிச்சு கெஞ்சுறேன் சார். ஏர் கம்பெனி போயிடாதுங்க சார், போயிடாதுங்க. എഴുന്നേക്കടാ, എടാ എഴുന്നേക്ക. കൺമുമ്പില് പ്രതിസന്ധികൾ ഒരുപാടുണ്ടാവും. അതനുസരിച്ച് തീരുമാനത്തിൽ നിന്ന് മാറാൻ എനിക്ക് പറ്റില്ല. ശരവണ, നിന്നോട് പറയേണ്ടതെല്ലാം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ചുവട് പോലും നീ വെക്കാൻ പാടില്ല. ഇവിടെ നടക്കുന്ന ഒരു കാര്യത്തിലും തൽക്കാലം നീ ഇടപെടണ്ട. ഞാൻ ചെയ്യുന്നത് എന്റെ ശരിയാണ്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഞാൻ മനസ്സുറപ്പിച്ചെടുക്കുന്നത് തന്നെയാണ്. ചോദ്യങ്ങൾ ഇനിമേൽ എനിക്ക് സഹിച്ചെന്ന് വരില്ല. ഞാനല്ല, ഒരു കമ്പനി ഉടമയ്ക്കും. രഘുനിനി അങ്ങനെ കണ്ടാ മതി. എല്ലാരും നമ്മളെ പൊതിയാൻ വരുന്ന ഇയലുകളെ നമ്മൾ കൊല്ലും. മധുര നൊമ്പരക്കാറ്റ്